ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിജയ് കിച്ചൺ ആർട്ട്. ഇന്ന് ഡിന്നർ കഴിക്കാനായിട്ട് ഞങ്ങൾ ദമാമിലെ റെഡ് പോട്ട് റെസ്റ്റോറൻറ്റിലാണ് പോയത്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും കൂടെയുണ്ട്. ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ ലോലിപോപ്പും സൗദി ഷാമ്പയിനും ചിക്കൻ ഹരിയാലിയും ഒക്കെ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ 2 പേരും ബട്ടർ ചിക്കനും ബട്ടർ നാനും ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങളുടെ മോള് എവിടെ പോയാലും പുതിയ പുതിയ ഡിഷ് ഉണ്ടെങ്കിൽ അത് പല പ്രാവശ്യം ചീറ്റിപ്പോയിട്ടുണ്ട്, എന്നാലും മേടിച്ച് ടേസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവൾ ഒരു മട്ടൺ റൊറോറോ അങ്ങനെ ഏതാണ്ട് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. മോനാണെങ്കിൽ എവിടെ പോയാലും എന്ത് ഓർഡർ ചെയ്താലും അതിൻ്റെ കൂടെ അവനൊരു മട്ടൺ ബിരിയാണി വേണം. അങ്ങനെ അവനൊരു മട്ടൺ ബിരിയാണിയും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മുതിർന്നവർ 4 കൂടിയായിട്ട് തനി നാടൻ ശൈലിയിലാകാമെന്ന് വിചാരിച്ചു. നല്ല തട്ട് ദോശയും ബീഫ് കറിയും ബീഫ് കോക്കനട്ട് ഫ്രൈയും ഒക്കെ കൂടിയായിട്ട് ഞങ്ങളൊരു നാടൻ ശൈലിയിൽ ഞങ്ങൾ മേടിച്ചു. അപ്പോൾ ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ, മോള് വന്ന ശേഷം എന്താ വീട്ടിൽ ചോറൊന്നും വയ്ക്കാറില്ലേ, കാണുന്നില്ല എന്ന്. വീട്ടിലൊക്കെ വയ്ക്കുന്നുണ്ട്. പിന്നെ മോള് വന്നപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇടയ്ക്കിങ്ങനെ പുറത്ത് പോകുന്നത്. അപ്പം ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഉള്ളത് കാരണം ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ സന്തോഷമല്ലേ. അപ്പം ഞങ്ങൾ അങ്ങനെ പോകുന്നത്. പിന്നെ ഞങ്ങൾ കൂട്ടത്തിൽ ഇടിയിറച്ചി മേടിച്ചു കേട്ടോ. നല്ല സൂപ്പർ ഇടിയിറച്ചിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും കാനഡയിൽ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ഓർഡറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ഡിന്നറായിരുന്നു. ഞങ്ങൾ 4 പേരും തന്നെ കഴിക്കുന്നതിനേക്കാളും ഒരു ഫാമിലി കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ. അപ്പം ഞങ്ങൾ ഒത്തിരി നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ഫുഡൊക്കെ കഴിച്ചു. എന്തായാലും ഓർഡർ ചെയ്തൊക്കെ ഏതാണ്ടൊക്കെ ഞങ്ങൾ തീർത്തിട്ടുണ്ട്. വേണ്ടേ, ഈ കാണുന്നത് നമ്മുടെ കഴിച്ച് തീർന്നതിൻ്റെ ബാക്കി പത്രമാണ്. കുഞ്ഞുങ്ങൾ 4 പേരും ഡെസേർട്ടിനായിട്ട് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു. പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും സ്ഥലമില്ല, കാരണം ഞങ്ങളുടെ തട്ട് ദോശ അത്രത്തോളം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.